ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലും കുടിക്കാൻ പറ്റും. നമ്മളെ ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റിയ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കുക്കുംബർ വെച്ചിട്ടാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ള ഡ്രിങ്ക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തുക്കണം. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബറാണ്. ഒരു കുക്കുംബറിൻ്റെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസൊക്കെ തയ്യാറാക്കാൻ അത് മതിയാകും. ഇനി ഇതിലേക്ക് വലിയൊരു നാരങ്ങൻ്റെ നീരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഒരു 10-15 ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക. വെള്ളം നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചെടുത്ത ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണിത്. ഇതിൽ നമ്മൾ പുതിനയിലയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണിത്. കുക്കുംബറിൻ്റെ ഒരു ഫ്ലേവറൊന്നും ഇതിൽ കിട്ടണില്ല. കുക്കുംബർ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഡ്രിങ്ക്സ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കുക്കുംബർ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.